വെൽക്കം ടു വരാൻ റേസ് മലയാളം യൂട്യൂബ് ചാനൽ. സോ ഇന്ന് SC റെയിൽവേ റീസണിങ് സെഷനിലെ ഒരു ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ന്യൂ ടോപ്പിക്കാണ് ഇന്ന് പോകുന്നത്. ബ്ലഡ് റിലേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അവെയർ ആവാം. സോ പ്രാക്ടീസിലൂടെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസെല്ലാം എടുക്കാം. സോ ഇന്ന് സെഷൻ എന്ന് പറയുന്നത് SSC ആൻഡ് റെയിൽവേ സെഷൻസിൽ രണ്ടിലും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് B ആൻഡ് C എന്ന് പറയുന്നത് ബ്രദേഴ്സ് ആണെങ്കിൽ A is the sister of C, O is the daughter of D, D is the wife of B, E is the mother of A and wife of F, then how is O related to F എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യനെ ആദ്യമേ ഘട്ടമായിട്ട് നമ്മൾ പാട്ടായിട്ട് ഇതിനെ തിരിക്കുക. എന്നിട്ട് നമ്മളൊരു ഡയഗ്രാം വെച്ചിട്ട് പോവുക. അതായിരിക്കും നല്ലത്. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണ് മെയിലിന് പ്ലസും ഫീമെയിലിന് മൈനസും ആണ് ഇടുന്നത്. ആൻഡ് മാരീഡ് കപ്പിൾസിന് എന്താണ് ഡബിൾ ഡാഷ് ആണ് കൊടുക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. സോ നമുക്ക് ആദ്യമേ നോക്കാം. ബിയും സിയും ബ്രദർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ബിയും സി എന്ന് പറഞ്ഞാൽ ഒരേ ജനറേഷനിൽ വരുന്നതാണ്. സോ ബി സി ബ്രദേഴ്സ് ആണ്, ഒരേ ലൈനിൽ വരുന്നതാണ്, കാരണം അവർ ബ്രദേഴ്സ് ഒരേ ജനറേഷനിൽ. ഇനി എ ഈസ് ദ സിസ്റ്റർ ഓഫ് എന്താണ് സിയുടെ സിസ്റ്ററാണ് എ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പോസിറ്റീവ് പ്ലസ് ആണ് അവരുടെ ജെൻഡറിനെ റിവീൽ ചെയ്യുന്നത്. ആൻഡ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്, O ഈസ് ദ ഡോട്ടർ ഓഫ് ഡി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. O ഈസ് ദ ഡോട്ടർ ഓഫ് ഡി ആൻഡ് ഡി ഈസ് ദ വൈഫ് ഓഫ് ബി എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡി ഒരു റിലേഷൻ തന്നിട്ടില്ല, പക്ഷെ അടുത്ത സെൻറ്റൻസിൽ തന്നെ ഡി ഈസ് ദ വൈഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഡി എന്ന് പറയുന്നത് ബിയുടെ വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡി ഈസ് ദ വൈഫ് ഓഫ് ബി. സോ അതിൻ്റെ ജെൻഡർ ഞാൻ അടയാളപ്പെടുത്തുവാണ് നെഗറ്റീവ്. ദെൻ ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, ഡിയുടെ എന്താണ് ഡോട്ടറാണ് O എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ O എന്ന് പറയുന്നത് ഇസ് ദ ഡോട്ടർ ഓഫ് ആരാണ്, ഡിയുടെ ഡോട്ടറാണ് ഇത് O എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, E ഈസ് ദ മദർ ഓഫ് എ ആൻഡ് വൈഫ് ഓഫ് ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇ എന്ന് പറയുന്നത് എയുടെ മദർ എന്നാണ്. എ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും സിസ്റ്ററാണ്. സോ ഡി ആരാണ്, ഇ എന്ന് പറയുന്നത് മദർ ഓഫ് എ ആണ് അല്ലേ, മദറാണ്, മൈനസ് സൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ഈസ് ദ മദർ ഓഫ് എ ആൻഡ് വൈഫ് ഓഫ് ആരാണ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു മാരീഡ് കപ്പിൾസ് ആണ്. സോ ഡബിൾ ഡാഷ് കൊണ്ടാണ് ഇതാക്കുന്നത്, പ്ലസ് സൈൻ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്, ഹൗ ഈസ് O റിലേറ്റഡ് ടു എന്താണ് എഫ്. O എഫുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് നോക്കുമ്പോൾ നമുക്കറിയാം ഓയും ഇതും. സോ O എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടാണ്, രണ്ട് ജനറേഷൻ കഴിഞ്ഞിട്ട് അവരുടെ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് രണ്ടെണ്ണം ഉണ്ട്. സോ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടാണ് വരുന്നത്. ആരുടെ ഡോട്ടറാണ്, മോൻ്റെ ഡോട്ടറാണ് അല്ലേ. ഡി എന്ന് പറയുന്നത് ഇവരുടെ മോനാണ്, എഫിൻ്റെ മോനാണ്. സോ സൺസ് ഡോട്ടറാണ് അത് O എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഫിഗർ വരച്ചാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ സൺസ് ഡോട്ടറാണെന്ത് ആദ്യത്തെ എന്ന് പറയുന്നത്, സൺസ് ഡോട്ടറാണ് ആര് O എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, ഗണേഷ് എന്ന് പറയുന്നത് രണ്ട് സൺസ് ഉണ്ട്. ഗണേഷ് ഹാസ് 2 sons, രാം ആൻഡ് ശ്യാം. ശ്യാം എന്ന് പറയുന്നത് സൺ ഓഫ് രാഖി ഹൂസ് ഡോട്ടർ രാധ ഈസ് മാരീഡ് ടു രമേഷ്. ഹൗ രമേഷ് ഈസ് റിലേറ്റഡ് ടു ഗണേഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യമേ തന്നിരിക്കുന്നത്, ഗണേഷിന് 2 സണ്ണുണ്ട്, രാമും ശ്യാമും. സോ ഗണേഷ് എന്ന് പറയുന്ന ആൾ ഞാൻ G എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 സൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് ജനറേഷനിലാണ്. അവരാരൊക്കെയാണ്, റാമും ശ്യാമും, രണ്ടുപേരും സൺസ് ആണ്. സോ പോസിറ്റീവ് സൈൻ ആണ്. ഇനി അവർ രണ്ടുപേരും ഒരേ ജനറേഷനിലാണ് ഉണ്ടായത്, സീരിയലായിട്ട് ലൈൻ വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ശ്യാം ഈസ് ദ സൺ ഓഫ് രാഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ഇത് ശ്യാമും ഇത് റാമുമാണ്. സോ ശ്യാം ഈസ് ദ സൺ ഓഫ് ആരാണ്, രാഖി. രാഖിയുടെ സണ്ണാണ് എന്ത് ശ്യാം എന്ന് പറയുന്നത്. സോ രാഖി എന്ത് വരും, രാഖി എന്ന് പറയുന്നത് അപ്പോൾ ഗണേഷിൻ്റെ വൈഫായിട്ട് വരും അല്ലേ. ഗണേഷിൻ്റെ വൈഫാകും അപ്പോൾ എന്ത് രാഖി എന്ന് പറയുന്നത്. ഇനി രാഖി ഇനി എന്താണ്, രാഖി ഹൂസ് ഡോട്ടർ രാധ ഈസ് മാരീഡ് ടു രമേഷ്. രാഖിയുടെ ഡോട്ടറിന് ഒരു ഡോട്ടറും കൂടെ ഉണ്ട്. സോ അവരുടെ ഈ ഒരു ലൈൻ ഗ്യാപ്പിൽ തന്നെ വരും. സോ ഇനി രാഖിയുടെ ഡോട്ടർ ആരാണ്, രാധയാണ് അല്ലേ. സോ രാധ. സോ രാധ എന്ന് പറയുന്നത് ആരുമായിട്ടാണ് മാരേജ് ചെയ്തേക്കുന്നത്, രമേഷുമായിട്ടാണ് അല്ലേ. സോ അവൾ മാരേജ് ചെയ്തേക്കുന്നത് രമേഷുമായിട്ടാണ്. സോ ഇവിടെ ഞാൻ നെയിംസ് നല്ലോണം എഴുതിയത് കാരണം 6 വെച്ച് തുടങ്ങുന്നത് തന്നെ 3 പേരുകളുണ്ട്. S വെച്ച് ആ ഒരു ഇതായതുകൊണ്ടാണ് S വെച്ച് തുടങ്ങുന്ന 2 അതുപോലെ
അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാവരുടെയും പേരൊന്ന് ഡിഫൈൻ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ 6 മാത്രമാണെങ്കിൽ നമുക്ക് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. ഇനി നോക്കി, രമേശ് എന്താണ് റിലേറ്റഡ് ടു ഗണേഷ്? രമേശ് റിലേറ്റഡ് ടു ഗണേഷ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഗണേഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്കും രാഖിയുടെ അല്ലെങ്കിൽ രാധയുടെ അച്ഛനാണ്. സോ ഇതെങ്ങനെയാണ്? ഗണേഷും ഇവർ രണ്ടുപേരും ഒരു ജനറേഷൻ ഗ്യാപ്പിൽ കിടക്കുന്നതാണ്. സോ ഇതിൽ നോക്കുമ്പോൾ ആരാണ്? ഡോട്ടേഴ്സിൻ്റെ ഹസ്ബൻഡ്, ഡോട്ടറിൻ്റെ ഹസ്ബൻഡാണ് ആര്? ഡോട്ടേഴ്സ് ഹസ്ബൻഡാണ് ആര്? രമേശ് എന്ന് പറയുന്നത്. സോ രമേശ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഗണേഷ്. രമേശ് റിലേറ്റഡ് ടു ഗണേഷുമായിട്ട് എന്ത് റിലേഷനാണ് രമേശിനാണെന്ന് പറഞ്ഞാൽ ഡോട്ടേഴ്സ് ഹസ്ബൻഡാണ് അവിടെ. ഓക്കെ, സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ, there are 6 members in a family named A, B, C, D and E, F. ആ ഒരു രീതിയിലാണ് വരുന്നത്. ആരൊക്കെയാണ്? A, B, C, D, E, F എന്ന് പറയുന്ന 6 മെമ്പേഴ്സ് ഉണ്ട്. ഇനി അതിൽ പറഞ്ഞേക്കുന്നത് B എന്ന് പറയുന്നത് ഇസ് ദ വൈഫ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. B is the wife of C and A is the son of E, E is the brother of C, D is the sister of A and B is the daughter-in-law of F and how is E related to D എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇങ്ങനെ ഇത് വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? there are 6 members ആണ്, 6 members ഉണ്ട്. സോ അതിൽ ആദ്യമേ നമുക്ക് പറഞ്ഞേക്കുന്നത് B is the wife of C എന്നാണ് അല്ലേ. സോ B എന്ന് പറയുന്നത് is the wife of C, സിയുടെ വൈഫാണ്. സോ മാരിഡ് കപ്പിൾസ് ആണെന്ന് അറിയാൻ ഞാൻ ഡബിൾ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? A is the എന്താണ്? സൺ ഓഫ് ഇ. A is the son of E. പക്ഷേ E നമുക്കിവിടെ പറഞ്ഞിട്ടില്ല. സോ അത് നമുക്ക് ഇതാക്കി വെക്കാം. ഇനി ഇയെ കുറിച്ച് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. E is the brother of C. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടും E is the brother of C. സിയുടെ ബ്രദർ ആണ് എന്ത്? E. അപ്പം നമുക്ക് അതിന് മുമ്പുള്ള എന്ത് വരയ്ക്കാൻ പറ്റും? ദാറ്റ് ഈസ് A is the son of E എന്ന് പറയുന്നത് സണ്ണ് നമുക്ക് വരയ്ക്കാൻ പറ്റും. A is the son of E. ഇനി അടുത്ത എന്താണ്? D is the sister of എന്താണ്? A. D is the sister of A. D എന്ന് പറയുന്നത് എയുടെ സിസ്റ്ററാണ്. സോ ഇവിടെ ആയിരിക്കും അവരുടെ ജനറേഷൻ ഗ്യാപ്പ് വരുന്നത്. സോ രണ്ടാമത്തെ ജനറേഷനിൽ വരുന്നതാണ് എന്താണ്? D is the sister of A. B is the daughter-in-law of F എന്നാണ് പറഞ്ഞേക്കുന്നത്. എഫിൻ്റെ ഡോട്ടർ-ഇൻ-ലോ ആണ് ആരാണുള്ളത്? B എന്ന് പറയുന്നത്. സോ എഫിൻ്റെ ഡോട്ടർ-ഇൻ-ലോ ആണെങ്കിൽ സിയുടെ മീയുടെ അച്ഛനായിരിക്കും ആര് വരുന്നത്? F എന്ന് പറഞ്ഞു വരുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് അതാണ് ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എന്താണ്? ഇ റിലേറ്റഡ് ടു ഡി. ഡി ഇയിൽ എന്ത് റിലേഷനാണ് വന്നേക്കുന്നത്? ഇയും ഡിയും തമ്മിൽ. സോ അവരുടെ ജനറേഷൻ ഗ്യാപ്പ് നോക്കുക, ഇയും ഡിയും തമ്മിലുള്ള റിലേഷൻ ഗ്യാപ്പ് നോക്കുക. സോ ഇതിൽ നോക്കുമ്പോൾ എന്താണ്? ഈ ആരാണ്? ഡിയുടെ ഫാദറാണ് അല്ലേ, ഫാദറാണ്. വെച്ചാൽ ഇ എങ്ങനെയാണ് ഡിയുമായിട്ട് റിലേറ്റഡ് ചെയ്തേക്കുന്നതാണ്. സോ ഇത് നോക്കുമ്പോൾ എന്താണ്? സോറി, ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു ഡി. ഡി അനുസരിച്ച് ഈ എന്ത് റിലേഷനാണെന്ന്. ആരാണ് ഇ എന്ന് പറയുന്നത്? ഫാദറാണ് അല്ലേ. സോ ഫാദറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിൻറ്റിങ് ടുവേർഡ്സ് എ ടീച്ചർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇത്രയും നേരം നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് തന്നായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ ഒരു പോയിൻറ്റിങ് ചെയ്യുന്നു, അത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ അയാളുടെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഈ തരുന്നത്. നമുക്ക് ഇത്രയും നേരം ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് തരുന്നത്. സോ ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള ഇച്ചിരി കൂടെ നമുക്ക് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കാം. പോയിൻറ്റിങ് ടുവേർഡ്സ് എ ടീച്ചർ, ഒരു ടീച്ചറിലോട്ട് പോയിൻറ്റ് ചെയ്തിട്ട് എന്താണ്? സിറ്റിംഗ് ഇൻ ടീച്ചേഴ്സ് റൂം. പൗലോ എന്ന് പറയുന്ന ആൾ. സോ അവിടുത്തെ ആൾ പറയുന്ന ആരാണ്? പൗലോ എന്ന് പറയുന്ന ആളാണ്. പൗലോ എന്ന് പറയുന്നത് അയാളുടെ ഫ്രണ്ടിനോട് പറയുന്നു, ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ദ ഫാദർ ഓഫ് ദ സിസ്റ്റർ ഓഫ് മൈ ബ്രദർ എന്നാണ് പറയുന്നത് അല്ലേ. സോ പൗലോ എന്ന് പറയുന്ന ആളാണ് പറയുന്നത്. സോ പൗലോയെ അനുസരിച്ചായിരിക്കും ഇത് പോകുന്നത് അല്ലേ. പൗലോയെ അനുസരിച്ചായിരിക്കും ഇത് പോകുന്നത്. സോ പൗലോ പറയുന്നത് അത് ഇതിൽ നോക്കുക, മൈ കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത്? അത് ഡയറക്റ്റ് റിലേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ് ഇവിടെ മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? മൈ കഴിഞ്ഞിട്ട് ബ്രദർ എന്നാണ്. അപ്പം പൗലോയുടെ ബ്രദർ. സോ പൗലോയുടെ ബ്രദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്യാം. എന്താണ്? ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ഫാദർ ഓഫ് ദ സിസ്റ്റർ ഓഫ് മൈ ബ്രദർ. മൈ ബ്രദർ കഴിഞ്ഞു ഫാദർ ഓഫ് ദ സിസ്റ്റർ ഓഫ് അല്ലേ എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ എന്താണ്? സോ നോക്കി, ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ഫാദർ ഓഫ് ദ സിസ്റ്റർ ഓഫ് മൈ ബ്രദർ. ദാറ്റ് ഈസ് അവരെന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ആരാണ്? ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ഫാദർ ഓഫ് സിസ്റ്റർ ഓഫ് മൈ എന്താണ്? സോ എൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ
സോറി. സോ എൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഫാദർ അല്ലേ, ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇങ്ങനെ ആ റിലേഷൻ എഴുതിയിരിക്കുന്നത്. സോ ആദ്യമേ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ എവിടെയാണ് മൈ എന്ന് പറഞ്ഞ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. സോ പൗലോടെ ഡയറക്റ്റിലുള്ള റിലേഷൻ ആയിരിക്കും ആ മൈ കഴിഞ്ഞിട്ട് വരുന്നത്. സോ പൗലോടെ ബ്രദർ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ സിസ്റ്റർ ഓഫ് മൈ ബ്രദർ എന്നാണ് കിടക്കുന്നത് അല്ലേ. സിസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ സിസ്റ്റർ, ബ്രദറിൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പൗലോയുടെ സിസ്റ്റർ തന്നെയാണ്. ഇനി എന്താണ്, ഫാദർ ഓഫ് ദ സിസ്റ്റർ ഓഫ്. ഫാദർ ഓഫ് എന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ ഫാദർ എന്ന് വന്നല്ലേ. സോ സിസ്റ്ററിൻ്റെ ഫാദർ എന്ന് പറയുന്നത് പൗലോയുടെ അച്ഛൻ തന്നെയാണ്, പൗലോയുടെ ഫാദർ. ഇനി അത് കഴിഞ്ഞിരുന്നതാണ് ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ദ ഫാദർ. അപ്പോൾ വീണ്ടും ഫാദറിൻ്റെ എന്തായി, സിസ്റ്ററായി. സോ ആദ്യമേ നമ്മൾ റിവേഴ്സിലോട്ട് പോവുകയാണ്. സോ റിവേഴ്സിൽ പോകുമ്പോൾ സിസ്റ്റർ എന്ന് കിട്ടി അല്ലേ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്, പൗലോയുമായിട്ട് ആ ടീച്ചർ എന്ത് റിലേറ്റഡ് ആണെന്നുള്ളത്. സോ ഇവിടെ എന്താണ്, അച്ഛൻ്റെ സഹോദരിയാണ് അല്ലേ. അച്ഛനെ ഇതാക്കുന്ന എന്താണ്, പെറ്റേണൽ എന്നാണ്, അമ്മയെയാണ് മെറ്റേണൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ആരാണ്, പൗലോയുടെ ആണ്ടാണ് ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. സോ മെറ്റേണലാണോ പെറ്റേണലാണോ, സോ അവിടെ വരുന്ന എന്താണ്, പെറ്റേണൽ, അച്ഛൻ്റെ സഹോദരിയാണ്. സോ അവിടെ വരുന്ന എന്താണ്, പെറ്റേണൽ ആണ്ടെന്നാണ് വരുന്നത്, പെറ്റേണൽ ആണ്ട്. ഓക്കെ. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മൈ കഴിഞ്ഞ് ഏതാ വരുന്നതെന്ന് നോക്കുക, എന്നിട്ട് റിവേഴ്സിൽ പോവുക. ആ റിവേഴ്സ് ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വെറാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് എ മോക്ക് ഇൻ്റർവ്യൂ. ഇതാണ് വെറാൻഡ റേസിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനും ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു സക്സസിൻ്റെ സീക്രട്ടും ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് തന്നെയാണ്. സോ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിനുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസിനായിട്ട് ഈ രണ്ട് നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യുക. സോ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് എക്സ് ഈസ് ദ ഒൺലി ഡോട്ടർ ഓഫ് വൈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ, ദെൻ ഹൗ ഈസ് വൈസ് ബ്രദർ റിലേറ്റഡ് ടു എക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ മെറ്റേണൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മ വഴി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അമ്മയെ സൂചിപ്പിക്കുന്നതാണ് മെറ്റേണൽ എന്ന് പറയുന്നത്. ഫാദർ ആണെങ്കിൽ പെറ്റേണലാണ്. സോ ഇത് ചെയ്ത് നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ഒൺലി ഡോട്ടർ ഓഫ് വൈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വൈയുടെ ആരാണ്, മെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ. വൈയുടെ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ വൈയുടെ അമ്മയുടെ അമ്മ അല്ലേ. സോ വൈയുടെ അമ്മയുടെ അമ്മ. അപ്പോൾ 3 പൊസിഷൻ വന്നു, അല്ലെങ്കിൽ 3 ജനറേഷൻ ഗ്യാപ്പ് വന്നു. എക്സ് ഈസ് ദ ഒൺലി ഡോട്ടർ ഓഫ് വൈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ. വൈയുടെ മെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ ഒൺലി ഡോട്ടറാണ്. അപ്പോൾ ആരാണത്, വൈയുടെ അമ്മയായിട്ട് വരും അല്ലേ. സോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും റിലേറ്റ് ചെയ്തത്. സോ എക്സ് എന്ന് പറഞ്ഞു വന്നു. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്, ദെൻ ഹൗ ഈസ് വൈസ് ബ്രദർ റിലേറ്റഡ് ടു എക്സ്. ദാറ്റ് ഈസ് വൈയുടെ ബ്രദർ എങ്ങനെയായിരിക്കും എന്താണ് എക്സുമായിട്ട് റിലേറ്റഡ് ചെയ്തേക്കുന്നത്. വൈയുടെ ബ്രദർ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ആരാണ്, എക്സ്. സോ അവിടെ എന്താണ് വന്നേക്കുന്നത്, വൈയുടെ ബ്രദർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സുമായി റിലേറ്റ് ചെയ്തത്. നമുക്ക് വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ തന്നെ കിട്ടി, എന്താണ് മദർ ആണെന്ന് പറഞ്ഞു. ഇനി വൈയുടെ ബ്രദർ എങ്ങനെയാണ് എക്സുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ജെൻഡർ അറിയാം. സോ എന്താണ്, സൺ ആയിരിക്കും അല്ലേ. സണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു 3 ജനറേഷൻ ഗ്യാപ്പ് കിട്ടും. മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 3 ജനറേഷൻ ഗ്യാപ്പ് കിട്ടും. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോക്കിൻസ് എന്ന് പറയുന്നത് രാമൻസ് സിസ്റ്റേഴ്സ് ഹസ്ബൻഡാണ്. ഹോക്കിൻസ് എന്ന് പറഞ്ഞാൽ രാമൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. രാമൻ ഈസ് ക്യൂറീസ് ബ്രദർ. രാമൻ എന്ന് പറയുന്നത് ക്യൂറിയുടെ ബ്രദറാണ്. ഐൻസ്റ്റീൻ ഈസ് ക്യൂറീസ് ഫാദർ ആൻഡ് മാർത്താസ് ഹസ്ബൻഡ്. മാർത്ത ഹാസ് 2 ചിൽഡ്രൻ. ഹൗ ഈസ് മാർത്ത റിലേറ്റഡ് ടു ഹോക്കിൻസ് വൈഫ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഹോക്കിൻ എന്ന് പറയുന്ന ആദ്യത്തെ കിടക്കാണ്. ഹോക്കിൻ എന്ന് പറഞ്ഞാൽ രമൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ രമൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ആരാണ്, ഹോക്കിൻസ് ആണ്. സോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ റിലേറ്റഡ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, രമൻ ഈസ് ക്യൂറീസ് മദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. രമൻ എന്ന് പറയുന്നത് ക്യൂറിയുടെ ബ്രദറാണ്.
ക്യൂറിയുടെ ബ്രദറാണ് എന്ത് രമൻ എന്ന് പറയുന്നത്. ഇനി ഐൻസ്റ്റീൻ ഈസ് ക്യൂറീസ് ഫാദർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീൻ ആണ് ക്യൂറിയുടെ ഫാദർ. സോ ഈ സിസ്റ്റർ ഓക്കെ, ക്യൂറിയുടെ ഫാദറാണ് ആര്? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ ആരാണ്? ക്യൂറിയുടെ ഫാദർ ആണ്. ഐൻസ്റ്റീൻ ഈസ് ക്യൂറീസ് ഫാദർ ആൻഡ് മാർത്താസ് ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മാരീഡ് ടു ആരാണ്? മാർത്തയുമായിട്ടാണ് മാരി ചെയ്തേക്കുന്നത് അല്ലേ? മാർത്തയുമായിട്ടാണ് മാരി ചെയ്തേക്കുന്നത്. ഇനി എന്താണ്? മാർത്തയ്ക്ക് 2 ചിൽഡ്രൻസ് ആണുള്ളത്. സോ ഇവിടെ നോക്കി, മാർത്തയ്ക്ക് 2 ചിൽഡ്രൻസ് ആണുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ 3 പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ നെയിം നമുക്കറിയത്തില്ല, ക്യൂറിയുടെ ജെൻഡർ നമുക്കറിയില്ല. സോ എന്ത് ചെയ്യാം? നമുക്ക് ക്യൂറിയെ എന്ത് ചെയ്യാം? സിസ്റ്റർ ആണെന്ന് ഉദ്ദേശിക്കാൻ പറ്റും. സോ മിനിമം പോസിബിലിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. സോ എന്തായി വരുന്നു? ക്യൂറിയാണ് ആ സിസ്റ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ എന്തായി? ക്യൂറി എന്നായി. ക്യൂറി ആയിരിക്കും ആ സിസ്റ്റർ എന്ന് പറയുന്നത്. രമൻ്റെ ഫാദറാണ്. ഈ ഒരു രീതിയിൽ വന്നു രമൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഹൗ ഈസ് മാർത്ത റിലേറ്റഡ് ടു ഹോക്കിൻസ് വൈഫ്? ഹോക്കിൻ്റെ വൈഫുമായിട്ട് മാർത്ത എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? മാർത്തയുടെ ആരായിരിക്കും? മോളായിരിക്കും അല്ലേ? സോ മദർ ആയിരിക്കും. എന്ന് വെച്ചാൽ മാർത്ത റിലേറ്റഡ് ടു ഹോക്കിൻ്റെ വൈഫുമായിട്ട്. മാർത്ത എങ്ങനെയാണ് ഹോക്കിൻ്റെ വൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹോക്കിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. സോ മദർ എന്ന റിലേഷനാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? രാം പോയിന്റഡ് ടു സോഹൻ ആൻഡ് സെഡ് ഹി ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ രാമാണ് ആരുമായിട്ട് പോയിന്റ് ചെയ്തേക്കുന്നത്? സോഹനിലോട്ട് പോയിന്റ് ചെയ്തേക്കുന്നത് അല്ലേ? രാം പോയിന്റഡ് ടു സോഹൻ. സോ രാം എന്ന് പറയുന്നത് സോഹനിലെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. ഇനി പറയുന്നത് ഹീ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. അപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ, ഞാൻ മൈ കഴിഞ്ഞിട്ട് എന്താണ് വരുന്നതെന്ന് നോക്കുക. സോ മൈ മദേഴ്സ് ഫാദർ. സോ രാമിൻ്റെ മദറിൻ്റെ ഫാദർ. സോ രാമിൻ്റെ മദറിൻ്റെ ഫാദർ എന്നിട്ട് ഇനി എന്താണ്? ഹീ ഈസ് ദ ഒൺലി സൺ ഓഫ്. ഒൺലി സൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഫാദറിൻ്റെ ഒൺലി സൺ ആണ് ഇയാളെന്ന് പറയുന്നത്. സോ സോഹൻ എന്ന് പറയുന്നത് വരും എന്ന് വെച്ചാൽ മദറിൻ്റെ ബ്രദറായിട്ട് വരും. സോ ഇനി ചോദിച്ചേക്കുന്നത് ഹൗ ഈസ് സോഹൻ റിലേറ്റഡ് ടു റാംസ് മദർ? റാംസിൻ്റെ മദറുമായിട്ട് സോഹൻ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബ്രദർ റിലേഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ടി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് അവിടെ? ബ്രദറാണ് വരുന്നത്. സോ അത് എന്ന് പറയുന്നത് സോഹൻ്റെ ആരാണ്? രാമിൻ്റെ മദറിൻ്റെ എന്താണ്? ബ്രദറാണ് സോഹൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് pointing to a boy, Sohan said, he is the son of Raj, who is my younger sister's father. younger sisterൻ്റെ ഫാദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ആ മൈ കഴിഞ്ഞിട്ടുള്ളതാക്കുക. ആരാണ്? ഒരു ബോയ്. ഒരു പോയിന്റിങ് ടു എ ബോയ് സോഹനാണ് പറയുന്നത്. സോ സോഹനാണ് പറയുന്നത്. ദെൻ സോഹൻ്റെ ഡയറക്റ്റുള്ള റിലേഷൻ എന്ന് പറയുന്നത് മൈ കഴിഞ്ഞിട്ടുള്ളത് നോക്കുക. മൈ യങ്ങർ സിസ്റ്റേഴ്സ് ഫാദർ എന്നാണ് പറയുന്നത്. എൻ്റെ യങ്ങർ സിസ്റ്ററിൻ്റെ ഫാദർ. സോ സോഹൻ്റെ സിസ്റ്ററിൻ്റെ സോഹൻ്റെ സിസ്റ്ററിൻ്റെ എന്താണ്? ഫാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സിസ്റ്ററിൻ്റെ ഫാദർ. ദെൻ മൈ യങ്ങർ സിസ്റ്റർ ഫാദർ ഹീ ഈസ് ദ സൺ ഓഫ് രാജ്. രാജിൻ്റെ ഇതാണ്. അപ്പം ഫാദറിൻ്റെ പേരെന്താണ്? രാജ് എന്നായിരിക്കും അല്ലേ? രാജ്. ദെൻ അടുത്തത് ഹൗ ഈസ് എന്താണ്? ഇനി എന്താ പറഞ്ഞാൽ ഹീ ഈസ് ദ സൺ ഓഫ് രാജ് എന്നാണ്. രാജിൻ്റെ സൺ എന്ന് പറഞ്ഞപ്പോൾ സോഹൻ്റെയും സിസ്റ്ററിൻ്റെയും എന്തായിരിക്കും? ബ്രദർ ആയിരിക്കും. സോ ആ ബോയ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ദെൻ അവിടെ പറഞ്ഞേക്കുന്നുണ്ട് പോയിന്റിങ് ടു എ ബോയ് സോഹൻ സെഡ് ഹീ ഈസ് ദ സൺ ഓഫ് രാജ് ഹു ഈസ് മൈ യങ്ങർ സിസ്റ്റേഴ്സ് ഫാദേഴ്സ്. ദെൻ ഹൗ ഈസ് രാജ് റിലേറ്റഡ് ടു സോഹൻ? രാജും സോഹനുമായിട്ടുള്ള റിലേഷനാണ് ചോദിച്ചേക്കുന്നത്. രാജും സോഹനും തമ്മിൽ എന്താണ് റിലേഷൻ? ഫാദർ. രാജ് എന്ന് പറയുന്നത് സോഹൻ്റെ ആരാണ്? ഫാദറാണ്. രാജ് റിലേറ്റഡ് ടു സോഹൻ. രാജ് എങ്ങനെയാണ് സോഹനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫാദറാണ് സോഹൻ്റെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റിൽ എന്താണ് പറയുന്നത്? നമുക്ക് കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്. സോ ആ സിമ്പിൾസ് ഏതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. സോ പ്ലസ് സൈൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് സൈൻ റിലേറ്റ് ചെയ്യുന്നത് നമുക്കത് ഓരോന്നായിട്ട് എഴുതാം. എഴുതിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റൂ. സോ പ്ലസ് എന്ന് പറയുന്നത്
പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഡോട്ടർ എന്നാണ്. പിന്നെ ആ പൊസിഷനും കൂടെ ശ്രദ്ധിച്ചോണം. പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ എന്നാണോ അതോ ക്യൂ ഈസ് ദ ഡോട്ടർ ഓഫ് പി അങ്ങനെയാണോ ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് നോക്കണം. ഇതിനടുത്ത് എന്താണ്? നെഗറ്റീവ് സൈൻ എന്തിനെയാണ് കാണിക്കുന്നത്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പി ഈസ് ദ വൈഫ് എന്നാണ് പറയുന്നത്. സോ വൈഫ്. അടുത്തത് എന്താണ്? ഇൻറ്റു സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? സിസ്റ്ററിനെയാണ്. സോ ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് സിസ്റ്ററിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഏതാണ്? വേറൊരെണ്ണം ഇൻറ്റു ദെൻ ഡിവൈഡ് ആണ്. ഡിവൈഡ് പറഞ്ഞത് ഫാദർ എന്നാണ്. സോ ഡിവൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഫാദർ. സോ ഇനി പറഞ്ഞേക്കുന്നത് വാട്ട് ഡസ് എം ഡിവൈഡ് ബൈ എൻ മൈനസ് എൽ എന്ന് പറയുന്നത്. സോ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്. സോ എം ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്നത് എന്നിൻ്റെ ഫാദർ ആണെന്നാണ്. ദെൻ അടുത്ത എൻ മൈനസ് എൽ എന്ന് പറഞ്ഞാൽ എൻ ഈസ് ദ വൈഫ് ഓഫ് എൽ എന്നാണ് കിടക്കുന്നത് അല്ലേ. സോ വൈഫ്. ഇനി ആ ഒരു ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ എം എന്ന് പറയുന്നത് എന്നിൻ്റെ ഫാദറാന്നായി, എന്നിൻ്റെ എന്താണ് ഹസ്ബൻഡാണ് എൽ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇത് നോക്കാം. എൽ ഈസ് ദ വൈഫ് ഓഫ് എംസ് സൺ എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ല. ദെൻ നെക്സ്റ്റ് ഒന്നാമത്തേത് എന്താ? എം ഈസ് ദ ബ്രദർ ഓഫ് എൽസ് മദർ. സോ ആ ജനറേഷൻ അല്ല, തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? എൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എംസ് ഡോട്ടർ. എൽ എന്ന് പറയുന്നത് എമ്മിൻ്റെ ഡോട്ടറിൻ്റെ ഹസ്ബൻഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. സോ ഓപ്ഷൻ സി ആണ് എന്ത് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടെന്ന് പറയുന്നത്. എൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എംസ് ഡോട്ടർ എന്നാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യമേ ആ സൈനുകൾ ഏതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക. സോ സൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നോരോന്നായിട്ട് ഫിഗർ ചെയ്തെടുക്കുക. ആൻഡ് നമ്മളൊന്നും കൂടെ ശ്രദ്ധിക്കണം, ജെൻഡർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് റിവീൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ തെറ്റ് വരും. അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഇത് തിരിച്ചു വരാം, ക്യൂ ഈസ് ദ ഡോട്ടർ ഓഫ് പി എന്ന് പറഞ്ഞു വരാം. സോ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കണം. നമ്മളെപ്പോഴും ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവെയർനെസ് കൂട്ടും. നമുക്ക് ടൈമറുണ്ട്, നമുക്ക് ടെൻഷൻ അടിക്കും, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഒരു ടെൻഷൻ മാറത്തുള്ളൂ. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ ടോപ്പിക്ക് ആ ഒരു രീതി തന്നെയാണ്. സോ ഞാൻ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇത്രയും നേരം ചെയ്ത ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായി തരികയാണ്. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ബ്ലഡ് റിലേഷൻ്റെ ഒരു സീരീസ് ആയിരുന്നു പോകുന്നത്. സോ 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് പലതരത്തിലുള്ള ന്യൂ കോൺസെപ്റ്റുകൾ വന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. Thank you very much.